ഹായ് എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ എബിലിറ്റി എന്ന് പറയുന്ന ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ്, നമ്മൾ എബിലിറ്റീസ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴേക്കും പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. ക്യാൻ ഉപയോഗിച്ച് പറയും, ഏബിൾ ടു ഉപയോഗിച്ച് പറയും, കുഡ് ഉപയോഗിച്ച് പറയും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ വേറെ രീതിയിലുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുക. ഒന്നാമത്തെ എക്സ്പ്രഷൻ ആണ് ടു നോ ഹൗ ടു. ടു നോ ഹൗ ടു. നിങ്ങൾക്ക് നീന്തുവാൻ അറിയാമോ? ഡു യു നോ ഹൗ ടു സ്വിം? ഡു യു നോ ഹൗ ടു സ്വിം? എനിക്ക് എന്റെ കാർ എങ്ങനെ ശരിയാക്കണമെന്ന് അറിയണം. I need to know how to fix my car. I need to know how to fix my car. To know how to എന്നുള്ളതിലൂടെ എനിക്ക് എങ്ങനെ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത എക്സ്പ്രഷൻ പഠിക്കാം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു ബി ഗുഡ് അറ്റ്. ടു ബി ഗുഡ് അറ്റ്. He is very good at playing violin. He is very good at playing violin. അപ്പൊ അവൻ നന്നായിട്ട് വയലിൻ വായിക്കും എന്നുള്ളതാണ്. അവന് വയലിൻ വായിക്കാനായിട്ട് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സെന്റൻസിലൂടെ മനസ്സിലാക്കുന്നത്. He is very good at playing violin. We are good at keeping secrets. We are good at keeping secrets. അതായത് രഹസ്യങ്ങൾ പാലിക്കുന്നതിൽ ഞങ്ങളെ വളരെ സമർത്ഥരാണ്. ഞങ്ങൾക്ക് കഴിയും, രഹസ്യങ്ങൾ പാലിക്കാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം. He is good at speaking English. He is good at speaking English. അവന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. He is very good at speaking English. He is good at solving complex math problems. He is very good. He is good at solving കോംപ്ലക്സ് മാത്ത് പ്രോബ്ലംസ്. അതായത് സങ്കീർണമായിട്ടുള്ള മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ അവന് സോൾവ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അവന് കഴിയും, അതാണ് എൻ്റെ അർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു മാനേജ്. ടു മാനേജ്. ഇറ്റ് ഈസ് അമേസിംഗ് ടു സീ ഹൗ യു മാനേജ് ടു സ്റ്റേ കൂൾ ഇൻ ദിസ് ഹോട്ട് സീസൺ. ഇറ്റ് ഈസ് അമേസിംഗ് ടു സീ ഹൗ യു മാനേജ് ടു സ്റ്റേ ഇൻ ദിസ് ഹോട്ട് സീസൺ. അതായത് ഈ ചൂട് കാലത്ത് എങ്ങനെ ഈ ചൂട് സഹിച്ചുകൊണ്ട് ഇങ്ങനെ കൂളായിട്ട് ഇതിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് കാണുക എന്ന് വെച്ചാൽ അമേസിങ്, അത്ഭുതം തോന്നുകയാണ് എന്ന് പറയൂലേ. അപ്പൊ ഇവിടെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്ന് കാണിക്കുന്നതിനാണ്. The doctor prescribed medicines to manage his pain. The doctor prescribed medicine to manage his pain. അതായത് അവന്റെ ആ വേദന മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് അതിനെ ഒന്ന് കൺട്രോളിലാക്കുന്നതിന് വേണ്ടി ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. ഐ നീഡ് ടു മാനേജ് മൈ ടൈം. എനിക്ക് എൻ്റെ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ അത് മാനേജ് ചെയ്യുക എന്നുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു ഫൈൻഡ് സംതിങ് ഡിഫിക്കൽട്ട്. ടു ഫൈൻഡ് സംതിങ് ഡിഫിക്കൽട്ട്. അതായത് ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്ക് കഴിവ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് വരൂലേ, അപ്പൊ അതിനെയാണ് ടു ഫൈൻഡ് സംതിങ് ഡിഫിക്കൽട്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സെന്റൻസുകൾ നോക്കാം. നിനക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് കഴിയുന്നില്ലേ എന്നുള്ളത് എങ്ങനെ ചോദിക്കും? ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലേൺ ഇംഗ്ലീഷ്? ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലേൺ ഇംഗ്ലീഷ്? കണ്ടോ, ഇവിടെ കഴിയുന്നില്ലേ എന്നുള്ളത് ടു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സേ നോ ടു പീപ്പിൾ. I find it difficult to say no to people. മറ്റുള്ളവരോട് പറ്റില്ല, ഇല്ല എന്നുള്ള വാക്ക് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഴിയില്ല. She finds it difficult to make decisions. She finds it difficult to make decisions. തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവൾക്ക് കഴിയുന്നില്ല. We find it difficult to believe that he is dead. We find it difficult to believe that he is dead. അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു ബി യൂസ്ലെസ് അറ്റ്. ടു ബി യൂസ്ലെസ് അറ്റ്. അതായത് കഴിയുന്നില്ല, അപ്പൊ ഒരു കഴിവും ഇല്ലാത്ത എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടു ബി യൂസ്ലെസ് അറ്റ്, വർത്ത്ലെസ്, അതായത് ഒരു ഉപയോഗവും ഇല്ലാത്ത എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഈസ് പ്രെറ്റി യൂസ്ലെസ് അറ്റ് പെയിന്റിംഗ് എ വോൾ. ഹി ഈസ് പ്രെറ്റി യൂസ്ലെസ് അറ്റ് പെയിന്റിംഗ് എ വോൾ. അതൊരു ഭിത്തി പെയിന്റ് അടിക്കാൻ പോലുള്ള കഴിവ് അവനില്ല. She is useless at keeping secrets. She is useless at
കീപ്പിംഗ് സീക്രട്സ്, അതായത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവൾക്ക് കഴിയില്ല. ഐ യൂസ് ടു ബി യൂസ്ലെസ് അറ്റ് മാത്സ്. ഐ യൂസ് ടു ബി യൂസ്ലെസ് അറ്റ് മാത്സ്, അതായത് കണക്കിൽ എനിക്കൊരു കഴിവില്ലായിരുന്നു. എനിക്ക് കണക്കിലൊരു കഴിവുമില്ലായിരുന്നു. ഐ യൂസ് ടു ബി യൂസ്ലെസ് അറ്റ് മാത്സ്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു നോട്ട് ഹാവ് എ ക്ലൂ. ടു നോട്ട് ഹാവ് എ ക്ലൂ, അതായത് എനിക്ക് കഴിവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കഴിവില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ടു നോട്ട് ഹാവ് എ ക്ലൂ ഉപയോഗിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഐ ഡോണ്ട് ഹാവ് എ ക്ലൂ ഹൗ ടു ഡ്രൈവ്. ഐ ഡോണ്ട് ഹാവ് എ ക്ലൂ ഹൗ ടു ഡ്രൈവ്. എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള കഴിവില്ല. ഷീ ഡസന്റ് ഹാവ് എ ക്ലൂ ഹൗ ടു കുക്ക്. ഷീ ഡസന്റ് ഹാവ് എ ക്ലൂ ഹൗ ടു കുക്ക്. എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ല. We don't have a clue what to expect. We don't have a clue what to expect. എന്ത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത്രയും എക്സ്പ്രഷൻസ് ആണ് എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായി ഉപയോഗിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.